ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്ത ബോട്ടി ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനൊരു 1.5 കിലോ ബോട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് തിരുമ്മുന്നത്. കുരുമുളക് നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കറി ആക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മതിയാവും. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമുക്കത് വരെ ഇത് അടുപ്പത്ത് വെക്കാം. കണ്ടില്ലേ, ബോട്ടിൽ നിന്ന് ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ വറ്റിക്കണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചത് ബാക്കി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല റെഡിയാക്കാം. നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലേ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ ഒരു 20 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒത്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി ഇടുമ്പം മൂത്ത് പോകാണ്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അവസാനം കുറച്ച് മൂത്ത് പോയി. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടില്ല, ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിലേക്കൊരു ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതിടാം. ഇത് മതിയാവും. ഇനി ഇതിലേക്കൊരു 10-20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാൻ വെളുത്തുള്ളി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് അടുപ്പത്തിരുന്നാൽ പിന്നെയും കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അധികം മൂത്ത് പോയിട്ടില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയൊരു തീയിൽ വെച്ചാൽ മതി. ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മാറ്റി വെച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ വെളുത്തുള്ളി വഴറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടും എരിവ് ചേർക്കുന്ന കുരുമുളക് പൊടി ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇവിടെ നല്ല തണുപ്പാണ്. അതാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്.
ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബോട്ടി വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അതോടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. എനിക്കിത് കറക്റ്റായിരുന്നു. ഉപ്പും കൂടെ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവാം. അങ്ങനെ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയെടുത്ത ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഹായ്, വെൽക്കം ടു അവർ ഫാമിലി. എൻ്റെ പേര് അഞ്ജന. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.